കഴിഞ്ഞ ദിവസമാണ് തമിഴ് സൂപ്പർ താരം വിജയ് തിരുവനന്തപുരത്ത് എത്തിയത്. വിജയ് സഞ്ചരിച്ച കാർ ആരാധകരുടെ ആവേശത്തിൽ തകരുകയും ചെയ്തു. താൻ നായകനാകുന്ന ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ടിന്റെ ചില ഭാഗങ്ങളുടെ ചിത്രീകരണത്തിനായി ഇന്നലെ വൈകിട്ടാണ് വിജയ് തിരുവനന്തപുരത്ത് എത്തിയത്. ഉച്ചയ്ക്ക് മുൻപ് തന്നെ വിമാനത്താവളത്തിന്റെ ആഭ്യന്തര ടെർമിനൽ വിജയിയെ കാത്ത് ആരാധകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ആരാധകരെ നിയന്ത്രിക്കാൻ പോലീസ് സംഘം ഏറെ പാടുപെട്ടു. ഇതേ തുടർന്ന് എയർഫോഴ്സ് റോഡിൽ വൻ ഗതാഗത കുരുക്കും രൂപപ്പെട്ടു. ബാനറുകളും ഫ്ലക്സ് ബോർഡുകളുമായി ആരാധക സംഘം ഉച്ച മുതൽ തന്നെ വിമാനത്താവളത്തിൽ കൂടിയിരുന്നു. ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട ചാർട്ടേഡ് വിമാനം വൈകിട്ട് 5 മണിക്കാണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത്. ആഭ്യന്തര ടെർമിനലിലെത്തിയ വിജയിയെ കാത്ത് അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായിരുന്നു വിമാനത്താവളത്തിൽ തമ്പടിച്ചത്. വൻ പോലീസ് സന്നാഹം വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഏറെ പണിപ്പെട്ടാണ് വിജയുടെ കാർ മുന്നോട്ട് നീക്കാനായത്. ഹോട്ടലിൽ എത്തിയതിനു ശേഷമുള്ള വിജയുടെ കാറിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കാറിന്റെ ചില്ല് തകർന്ന് ക്യാബിനുള്ളിലേക്ക് വീണിട്ടുണ്ട്. ഡോറടക്കം ചളുങ്ങിയിട്ടുമുണ്ട്. അതേസമയം സിനിമയിൽ കൗമാരക്കാരന്റെ കഥാപാത്രം മുതൽ 60കാരന്റെ വേഷം വരെ ചെയ്യേണ്ട വിജയ് ക്ലീൻ ഷേവ് ലുക്കിലാണ് കുറച്ച് നാളുകളായി പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെടുന്നത്. തിരുവനന്തപുരത്ത് വന്നപ്പോഴും അതിന് മാറ്റമുണ്ടായില്ല. ലിയോ വരെ കണ്ട ആ പഴയ താടിയും മീശയും മിസ് ചെയ്യുന്ന ആരാധകരുടെ എണ്ണത്തിലും കുറവുണ്ടായിരുന്നില്ല. നേരത്തെ ശ്രീലങ്കയിൽ ചിത്രീകരണം നിശ്ചയിച്ചിരുന്ന ഭാഗങ്ങളാണ് തിരുവനന്തപുരത്ത് ചിത്രീകരിക്കുന്നത്. ഇതിനു മുന്നോടിയായി സംവിധായകൻ വെങ്കട് പ്രഭു ലൊക്കേഷൻ സന്ദർശിക്കുവാനായി നേരത്തെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും രാജ്യാന്തര വിമാനത്താവളവും ചിത്രത്തിന്റെ ലൊക്കേഷനുകളാണ്. ഇതാദ്യമായാണ് ഒരു വിജയ് ചിത്രം കേരളത്തിൽ ചിത്രീകരിക്കുന്നത്. 14 വർഷം മുൻപാണ് വിജയ് ഇതിനു മുൻപ് കേരളത്തിൽ വന്നത്. മാർച്ച് 18 മുതൽ 23 വരെ വിജയ് തലസ്ഥാനത്തുണ്ടാകും. വിജയുടെ കേരള സന്ദർശനത്തിന് വൻ സ്വീകരണം തന്നെയാണ് ഫാൻസും ഒരുക്കിയിട്ടുള്ളത്. നഗരത്തിന്റെ പലയിടങ്ങളിലായി നടന്റെ വലിയ ബാനറുകളും ഫ്ലെക്സുകളും കട്ടൗട്ടുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ആരാധക കൂട്ടായ്മ വീടില്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങൾക്കായി വീട് നിർമ്മിച്ചു നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. നാടിനെ ഇളക്കി മറിക്കും തരത്തിൽ വൻ വരവേൽപ്പ് തന്നെയാണ് വിജയ്ക്ക് ആഭ്യന്തര വിമാനത്താവളത്തിലും ഫാൻസ് ഒരുക്കിയത്. വിജയുടെ വരവ് പ്രമാണിച്ച് വിമാനത്താവളത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഫാൻസിനെ കാണുന്നതിനായി വിജയ് പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം കൂടി കഴിഞ്ഞതിനാൽ അത്തരത്തിലൊരു നീക്കത്തിനും സാധ്യതയുണ്ട്. അതേസമയം മീനാക്ഷി ചൗധരി നായികയാകുന്ന ഗോട്ടിൽ പ്രഭുദേവ, പ്രശാന്ത്, ലൈല, സ്നേഹ, ജയറാം, അജ്മൽ അമീർ, യോഗി ബാബു, VTV ഗണേഷ്, വൈഭവ്, പ്രേംജി അമരൻ എന്നിവരൊക്കെ അഭിനയിക്കുന്നുണ്ട്. ജയറാം ചിത്രത്തിലുണ്ട് എന്നത് മലയാളികളെ സംബന്ധിച്ചും ആവേശം പകരുന്ന ഒന്നാണ്. AR മുരുകദോസിന്റെ സംവിധാനത്തിൽ 2012 പുറത്തിറങ്ങിയ തുപ്പാക്കിയിലാണ് ഇതിനു മുൻപ് വിജയും ജയറാമും ഒരുമിച്ച് അഭിനയിച്ചത്. അതേസമയം ലിയോയുടെ വൻ വിജയത്തിന് ശേഷമുള്ള ഒരു വിജയ് ചിത്രമെന്ന നിലയിലും കോളിവുഡ് നിലവിൽ ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന സിനിമകളിലൊന്നാണ് ഗോട്ട്. രാഷ്ട്രീയ ജീവിതത്തിന് ആരംഭം കുറിക്കും മുൻപ് തന്നെ വിജയ് പൂർത്തിയാക്കാനിരിക്കുന്ന ചിത്രമായിരുന്നു വെങ്കട് പ്രഭുവിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.